ചരിത്രത്തിലെ ചില സംഭവങ്ങൾ തീർത്തും യാദൃച്ഛികമാകാം. ലോകത്തിൻ്റെ രണ്ടു ഭാഗത്തിരുന്ന് രണ്ടു മനുഷ്യർ രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞ രണ്ട് വർത്തമാനങ്ങൾ തീർത്തും കൗതുകപ്പെടുത്തുന്ന മട്ടിൽ ഒന്നായി തീരുകയോ പരസ്പര പൂരകമായി തീരുകയോ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വല്ലാത്ത അത്ഭുതമുണ്ട്. അത്തരത്തിലൊരു വിസ്മയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇന്നലെ നവംബർ 30 നവംബർ 30 കോഴിക്കോട് അളകാപുരിയിൽ ചരിത്രത്തെ അനുസ്മരിക്കുന്നൊരു സമ്മേളനം നടന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, പഴശ്ശി രാജയുടെ വീരാഹുതി ദിനമായിരുന്നു ഇന്നലെ. നമുക്കറിയാവുന്നതുപോലെ 1805 നവംബർ 30 പഴശ്ശി രാജാവ് വീരാഹുതി ചെയ്തത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്നും കൊല്ലപ്പെട്ടുവെന്നും ഒക്കെയുള്ള ചരിത്രത്തിലെ ഐതിഹ്യങ്ങൾ നിലനിൽക്കട്ടെ. എന്തായാലും അന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹുതി ദിനം എന്നെല്ലാവരും ഓർമ്മിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ കൃത്യം പഴശ്ശി രാജാവ് ഓർമ്മയായിട്ട് 220 വർഷം കഴിഞ്ഞ ദിവസമാണ്. കോഴിക്കോട് അളകാപുരിയിൽ ഒരു യോഗം നടക്കുന്നു, ഒരു അനുസ്മരണ സമ്മേളനം. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ചരിത്രകാരനല്ല, മറിച്ച് കേരളത്തിൻ്റെ ആത്മീയ നേതാവായി അറിയപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന എല്ലാവരുടെയും കയ്യിൽ ഇന്നലത്തെ പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളുണ്ട്. ദേശീയ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയുമുണ്ട്. അങ്ങ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് മറ്റൊരു മതപണ്ഡിതൻ, ഒരു ആത്മീയ നേതാവ് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള അലയൊലികളായിരുന്നു, അല്ലെങ്കിൽ വിശകലനങ്ങളായിരുന്നു ആ ദേശീയ മാധ്യമങ്ങളിലെ വാർത്ത നിറയെ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് പരസ്പര പൂരകമായി തീരുന്നത് എന്നാണ് അളകാപുരിയിൽ ശിഹാബ് തങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഓർത്തത്. ശിഹാബ് തങ്ങൾ പറഞ്ഞത് പഴശ്ശി രാജാവിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. മറ്റാർക്കും മറുപടി പറയാൻ അദ്ദേഹം ആ സമയം വിനിയോഗിച്ചിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പഴശ്ശി രാജാവിനെ ആദരപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ സുപ്രധാനമായ 2 വാക്യങ്ങൾ ഇന്നത്തെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി പോരാടണം. അതാണ് യഥാർത്ഥ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പടച്ച തമ്പുരാൻ എന്നെ വിടുകയില്ല. ഇത് പറയുന്നത് പാണക്കാട് തങ്ങളാണ്. കൃത്യമായി ഇത് എന്തിനെക്കുറിച്ചാണ്, ഏത് കാലത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹം സംസാരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ പോരാട്ടം, അല്ലെങ്കിൽ ധർമ്മസമരം, അല്ലെങ്കിൽ കുറെ കൂടി കൃത്യമായി ആധുനികമായ ഏറ്റവും കാലികമായൊരു പദം പറഞ്ഞാൽ എന്താണ് ജിഹാദ്? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജിഹാദ് അനുഷ്ഠിക്കേണ്ടത് സ്വന്തം രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ എൻ്റെ രാജ്യത്തെ എതിർക്കാൻ വരുന്നത് മതപരമായി എനിക്ക് അടുപ്പമുള്ള രാജ്യമാവാം. അതുകൊണ്ട് മതത്തേക്കാൾ പ്രധാനമാണ് എനിക്കെൻ്റെ ദേശം. ഇസ്ലാമിക വിശ്വാസികൾക്ക് മുഴുവൻ പുണ്യപ്പെട്ട രാജ്യമായ സൗദി അറേബ്യ, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ എന്ന രാഷ്ട്രം പോലും ഇന്ത്യ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യയിലെ ദേശാഭിമാനികളായ എല്ലാ പൗരന്മാരും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായും ഇന്ത്യക്ക് വേണ്ടി പൊരുതിയിട്ട് സൗദി അറേബ്യയെ ചെറുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇത് ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞതല്ല. ദേശീയ മുസ്ലിം, അല്ലെങ്കിൽ ദേശീയ ബോധമുള്ള മുസ്ലിം, രാജ്യസ്നേഹികളായ മുസ്ലിങ്ങൾ എന്നും പറഞ്ഞ വാക്കുകളാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ അലി സഹോദരന്മാർ തൊട്ട് അബുൽ കലാം ആസാദ് മുതൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വരെ പലരും ചരിത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് അദ്ദേഹം പറഞ്ഞതല്ല. പക്ഷേ ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ശിഹാബ് തങ്ങളുടെ ആ പ്രസ്താവനയ്ക്ക് വലിയ അർത്ഥമുണ്ട്, പ്രത്യേകിച്ചും ഇന്നലെ. അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ ഭോപ്പാലിൽ നിന്ന് വന്ന പ്രസംഗമുണ്ട്. ജമിയത്തുൽ ഉലമായ ഹിന്ദിൻ്റെ പ്രസിഡന്റായ മൗലാന മഹമൂദ് മദനിയുടെ പ്രസംഗമായിരുന്നു അത്. വലിയ വിവാദമായി തീർന്ന പ്രസംഗമാണ് അദ്ദേഹം ഭോപ്പാലിൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ജിഹാദിനെ രാജ്യം തെറ്റിദ്ധരിക്കുന്നു, മാധ്യമങ്ങളും സർക്കാരും ജിഹാദ് എന്ന വാക്കിനെ വളച്ചൊടിക്കുന്നു, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ പുതിയ വാക്കുകൾ സൃഷ്ടിച്ചത് മുസ്ലിം സമുദായത്തെ അപായപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം. 2, സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണോ? അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭരണഘടനയും നിയമവും ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമേ അത് പരമോന്നത നീതിപീഠമാകുന്നുള്ളൂ. അത് പലപ്പോഴും അങ്ങനെ ആകുന്നില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠം എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുത്തലാഖ് കേസിലും ബാബരി മസ്ജിദ് കേസിലും ഒക്കെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് എല്ലാവരോടും നീതി കാണിക്കാത്ത ഒരു നീതിപീഠത്തെ പരമോന്നത നീതിപീഠം എന്ന് വിളിക്കാമോ?
തീർച്ചയായിട്ടും ഈ മൗലാന മഹമൂദ് മദനിയുടെ പ്രസംഗത്തിന് ഒരു കാരണവശാലും മറുപടി പറയാൻ ശിഹാബ് തങ്ങൾ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം അതാണ് ചരിത്രത്തിലെ അനിവാര്യമായ അനുപൂരണം അല്ലെങ്കിൽ അനിവാര്യമായ മറുപടി ആയിത്തീരുന്നത്. തലേനാൾ അങ്ങ് മധ്യപ്രദേശിലിരുന്ന് ഒരു മതപണ്ഡിതൻ ജമിയത്തുൽ ഉലമായ ഹിന്ദിൻ്റെ പ്രസിഡന്റായ മഹമൂദ് മദനി നടത്തിയ പ്രസംഗത്തിന് അറിഞ്ഞോ അറിയാതെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അത്തരത്തിൽ മറുപടി പറയാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് പരാമർശിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ മഹമൂദ് മദനി ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയം പറയുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെയും ജനാധിപത്യത്തെയും വിമർശിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന നടത്തുമ്പോൾ സാക്ഷാൽ ദേശസ്നേഹിയായ ദേശത്തിന് വേണ്ടി വീരാഹുതി ചെയ്ത പഴശ്ശിരാജാവിനെ അനുസ്മരിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ നടത്തിയ പ്രസംഗം മഹമൂദ് മദനിക്ക് മറുപടിയായിരുന്നു. മഹമൂദ് മദനിയോട് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്ന എല്ലാ മൗലാനമാർക്കും ഉള്ള മുസ്ലിം പക്ഷത്ത് നിന്നുള്ള ഒരുപക്ഷെ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഭരണഘടനയെ സ്നേഹിക്കുന്ന, ദേശാഭിമാനികളായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള, മതേതരവാദികളായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മറുപടി കൂടിയായിരുന്നു അത്. സത്യത്തിൽ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജിഹാദ് എന്താണ്? ഏതാണ് ജിഹാദ്? ജിഹാദ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാക്കർത്ഥം പോലും അത് ധർമ്മസമരമാണ്. ആരോടുള്ള ധർമ്മസമരം? ആദ്യം പ്രാഥമികമായി പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള പൈശാചികതയ്ക്കെതിരായി നമ്മുടെ ഉള്ളിലെ ദൈവീകത കൊണ്ട് നടത്തേണ്ട പോരാട്ടമാണ് വ്യക്തിപരമായി. 2, സമൂഹത്തിലെ അധർമ്മത്തിനെതിരായി ധർമ്മം കൊണ്ട് നടത്തേണ്ട പോരാട്ടമാണ്. അതൊരിക്കലും ഒരു മതം മറ്റൊരു മതത്തിനെതിരെ നടത്തേണ്ട പോരാട്ടമല്ല. ഏറ്റവും ഒടുവിലത്തെ അതിൻ്റെ അർത്ഥം ഒരു രാജ്യം അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതിൻ്റെ ശത്രുക്കളോട് നടത്തേണ്ട പോരാട്ടമാണ്. ഇതാണ് ജിഹാദിൻ്റെ നേരായ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ കേരളത്തെ പഠിപ്പിച്ച വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. പൊന്നാനിയിൽ പണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പോർച്ചുഗീസുകാർ വന്ന് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ മുസ്ലിം രാജാക്കന്മാരോടും സുൽത്താൻമാരോടും ആവശ്യപ്പെട്ടത്, എൻ്റെ രാജ്യം ഇന്ത്യയാണ്, എൻ്റെ രാജ്യത്തെ നിങ്ങൾ സഹായിക്കണം, ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന പോർച്ചുഗീസുകാർക്കെതിരായി നിങ്ങൾ പടയെ അയച്ചു തരണം, പണം അയച്ചു തരണം. അങ്ങനെയാണ് അറബ് ലോകത്തോട് ഇന്ത്യയെ സഹായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആഹ്വാനം വരുന്നത്. വൈദേശിക ആധിപത്യത്തോട് പൊരുതി മരിച്ചാൽ സ്വർഗമുണ്ട്. അതാണ് ജിഹാദ് എന്ന് പഠിപ്പിച്ച സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പാഠമുണ്ട്. അന്യായമായി നാട് കൈയടക്കിയ ബ്രിട്ടീഷ് ഭരണകൂടം അന്യായമായി നികുതി പിരിച്ചെടുക്കാൻ വരുമ്പോൾ ഞാൻ നികുതി കൊടുക്കുകയില്ല, എന്നെ നേതാവാക്കുന്ന, എന്നെ ഖാലിയാക്കി നിയമിച്ച, എന്നെ അമീറായി കാണുന്ന എൻ്റെ നാട്ടിലെ മുസ്ലിങ്ങളും നികുതി കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വെളിയങ്കോട് ഉമർ ഖാദിയുടെ അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട്. ആലോചിക്കേണ്ടതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് മരിച്ചുപോയ മനുഷ്യനാണ് അദ്ദേഹം. മാത്രമല്ല മഹാത്മാഗാന്ധി നിയമലംഘന സമരം ആരംഭിക്കുന്നതിൻ്റെ 100 കൊല്ലം മുമ്പ് നികുതി നിഷേധ സമരം നടത്തിയ നേതാവാണ്. അത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ ജിഹാദിൻ്റെ പട്ടികയിലുണ്ട്. പക്ഷേ ആ നേരായ ജിഹാദ്, രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കുക എന്നതാണ് യഥാർത്ഥ ജിഹാദ് എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നേരാംവണ്ണം പഠിപ്പിക്കേണ്ട കാലത്താണ് മൗലാന മഹമൂദ് മദനിക്ക് പോലും വേണ്ട വിധം അദ്ദേഹം ഓർമ്മിപ്പിക്കാത്ത ഒരു പാഠം ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മിച്ചത് എന്നത് ചരിത്രപരമായൊരു ദൗത്യം അദ്ദേഹം നിർവഹിച്ചു എന്നാണ് ഒരർത്ഥം. 2, മഹമൂദ് മദനി ചോദിക്കുന്നുണ്ടല്ലോ, ജിഹാദിനെ തെറ്റിദ്ധരിക്കുന്നു, മാധ്യമങ്ങളും സർക്കാരും ജിഹാദിനെ വളച്ചൊടിക്കുന്നു. ആണോ? യഥാർത്ഥത്തിൽ ആരാണ് അങ്ങനെ വളച്ചൊടിക്കാൻ ഇടയാക്കുന്നത്? വളച്ചൊടിക്കുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അതിന് യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്? ജിഹാദ് എന്ന് പറയുന്നത് അന്യ സമുദായക്കാരനെ വെറുക്കാൻ, പ്രത്യേകിച്ച് അവിശ്വാസികളോട് പൊരുതി മരിക്കാൻ, സ്വന്തം രാജ്യത്ത് തന്നെയുള്ള മനുഷ്യരെ പരസ്പരം ശത്രുക്കളായിട്ട് കാണാൻ, വിരോധത്തോടെ കാണാൻ പ്രേരിപ്പിക്കുന്ന ശക്തികൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഇല്ലേ? അവർക്കിതിൽ പങ്കില്ലേ? ലവ് ജിഹാദ്, അദ്ദേഹം പറഞ്ഞല്ലോ, ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് എപ്പോഴെങ്കിലും മുസ്ലിം പക്ഷം നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ എതിരാളികൾക്ക് വിളിക്കാൻ തോന്നുന്ന ഒരു പേരാണ് ഈ ലവ് ജിഹാദും ലാൻഡ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ. അധർമ്മത്തിൻ്റെ കൂടെ തിന്മകളുടെ പക്ഷത്ത്, തിന്മകളിൽ പങ്കാളികളായിട്ട് മുസ്ലിം സമുദായം നിലയുറപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ദുഷ്പേരാണ് സത്യത്തിൽ ഈ ജിഹാദ് ചേർത്തുള്ള തെറിവിളികളൊക്കെ. അതിന് ഉത്തരവാദികളാകുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് പങ്കുണ്ടോ? അതിന് പകരം ശിഹാബ് തങ്ങൾ ഉദ്ദേശിച്ച മട്ടിൽ, ശിഹാബ് തങ്ങൾ പറഞ്ഞ മട്ടിലുള്ള ജിഹാദാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ജിഹാദെങ്കിൽ ആ ജിഹാദിനെ ആരും തെറ്റിദ്ധരിക്കുകയില്ല, നേരാംവണ്ണം ധരിക്കുകയുള്ളൂ. ശിഹാബ് തങ്ങൾക്കത് പറയാൻ ചരിത്രപരമായി തന്നെ അർഹതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്വന്തം മകനെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓർക്കേണ്ട കാലമാണ്, ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ കാലമാണ്,
പാകിസ്ഥാൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൂർവ്വ പാർട്ടിയായ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ്. ഡയറക്റ്റ് ആക്ഷൻ നടത്തിയതാണ്. ഒരുപാട് കൂട്ടക്കൊലകൾ നടന്നതാണ്. അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായതാണ്. ചോരച്ചാലുകൾ ഒഴുകിയതാണ്. അതൊക്കെ പോകേണ്ട കാലത്ത് പോയതാണ്, സംഭവിച്ചതാണ്. അത് ഇനി ഒരിക്കലും സംഭവിക്കരുത്. 1947 ആഗസ്റ്റ് മാസം 15 തീയതി ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിലെ മുഴുവൻ മുസൽമാൻ്റെയും മാതൃരാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ യുദ്ധത്തിന് വന്നപ്പോൾ ആ പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യാൻ സ്വന്തം പുത്രനെ അയച്ചു കൊടുത്ത പാരമ്പര്യം, അത് തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗിൻ്റെ മഹത്തായ പാരമ്പര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് അത് പറയാൻ അർഹതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉൾപ്പെടെയുള്ളവർ പലരും പലതരത്തിലുള്ള പ്രചാരണ വേലകളാൽ, പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയൊക്കെ പ്രചാരവേല മുസ്ലിം ലീഗിൻ്റെയും അകത്തളങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഊർന്നിറങ്ങുന്നുണ്ട് എന്ന് സത്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പക്ഷത്തു നിന്നും പലരും പലപ്പോഴും ദിശാബോധമില്ലാതെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം, സുപ്രീം കോടതി പരമോന്നത നീതിപീഠം അല്ല എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക്, ഒരു പൗരന്, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുക? കോടതികളിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അനുകൂലമായും പ്രതികൂലമായും വിധികളുണ്ടാകും. കോടതി അതിനാണ്. നമുക്ക് മാത്രം അനുകൂലമായി വിധി പറയാനുള്ളതല്ല കോടതി. പാർലമെൻറ്റും അങ്ങനെയാണ്. നമുക്കിഷ്ടപ്പെട്ടവർ മാത്രം ജയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. നമുക്കിഷ്ടമില്ലാത്തവർക്ക് കൂടി ഭരിക്കാനുള്ള അവകാശത്തിനാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു എന്ന് പറയുന്നവർ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ വളരെ കൂടുതലായി വരുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിധി, ആ വിധികളെക്കുറിച്ചുള്ള മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുത്തലാഖ് നിരോധിക്കേണ്ടതാണ് എന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് നരേന്ദ്രമോദി ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ആർക്കും അതിനോട് വിയോജിക്കാം. അതുപോലെ തന്നെയാണ് ബാബരി മസ്ജിദിൻ്റെ വിധി. ആ ജഡ്ജ്മെൻറ്റിൽ അതല്ലാതെ ഇന്ത്യയുടെ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് കാലത്ത് ആയുസ് കളഞ്ഞ ഒരു തർക്ക പ്രശ്നം, ബാബരി മസ്ജിദ് കേസ്, അത് തീർക്കാൻ നീതിപീഠത്തിൽ നിന്ന് നീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശാന്തിക്ക് വേണ്ടി ഇതല്ലാത്ത മറ്റൊരു വിധി സാധ്യമല്ല എന്ന് അനുഭവത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ അയോധ്യയിലും ഫൈസാബാദിലും നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയിലൊട്ടാകെയും ബാബരി മസ്ജിദ് എന്ന പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. അത് മുസ്ലിങ്ങൾ തന്നെ ഫൈസാബാദിൽ ബാബരി മസ്ജിദിന് വേണ്ടി കേസ് നടത്തിയ, ബാബരി മസ്ജിദിന് വേണ്ടി സുപ്രീം കോടതിയിലെ അവസാനത്തെ വിധി വരെ കാത്തിരുന്ന് കേസ് നടത്തിയ ഇക്ബാൽ അൻസാരി സാഹബ് എന്ന നീതിമാൻ എന്ന മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത് വാക്കുകളാണ് ഏറ്റവും പ്രധാനം. നീതിക്ക് വേണ്ടിയാണ് ഞാൻ പൊരുതിയത്. പക്ഷേ എൻ്റെ പരമോന്നത നീതിപീഠം എന്നോട് പറഞ്ഞിരിക്കുന്നു, രാമജന്മഭൂമിയാണ് എന്നൊരു വിശ്വാസം നിലനിൽക്കയാൽ അവിടെ രാമൻ്റെ പേരിൽ ക്ഷേത്രം തന്നെ ഉണ്ടാവട്ടെ. ബാബരി മസ്ജിദ് എവിടെയും നിർമ്മിക്കാമല്ലോ. തൊട്ടപ്പുറത്ത് ഇതിനേക്കാൾ മനോഹരമായ, ഇത്ര തന്നെ മനോഹരമായ, വിഖ്യാതമായ ഒരു പള്ളി സർക്കാരിൻ്റെയും കോടതിയുടെയും തന്നെ ഉത്തരവാദിത്തത്തിൽ നിർമ്മിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ബാബരി മസ്ജിദിന് വേണ്ടി കേസ് നടത്തിയ, അവസാന ദിവസം വരെ പൊരുതിയ ഇക്ബാൽ അൻസാരി സാഹിബിന് അത് മനസ്സിലായി എന്നത് നമുക്ക് ഓർക്കേണ്ടതാണ്. ആ സമയത്ത് ഇപ്പോഴും കോടതി വിധിയെ നിഷേധിച്ചുകൊണ്ട് മധ്യപ്രദേശിലും കേരളത്തിലുമൊക്കെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ കോടതികളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ വയ്യ എന്ന് പറയുന്നവരുണ്ട്. അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ മാനിക്കുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നുണ്ടോ? നമ്മുടെ കോടതികളെ മാനിക്കുന്നുണ്ടോ? കോടതികളിൽ നിന്നല്ലാതെ അന്തിമമായി എപ്പോഴാണ് നീതി കിട്ടുക? എല്ലാ കേസിലും നമുക്ക് തന്നെ നീതി കിട്ടണം, നമ്മുടെ വാദം തന്നെ ജയിക്കണം എന്ന് വാദിക്കുന്നത് ജനാധിപത്യമാണോ അല്ലെങ്കിൽ അത് നീതിയാണോ എന്ന് ആലോചിക്കാൻ എല്ലാവർക്കും സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് മൗലാന മഹമൂദ് മദനിയുടെ വളരെ വിവാദമായ ഒരു പ്രസംഗത്തിന്, ആ പ്രസംഗം കത്തി നിൽക്കുന്ന ദിവസം തന്നെ അറിഞ്ഞോ അറിയാതെയോ ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രസംഗം കോഴിക്കോട്ട്, ഒരാൾ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നാണ്, മറ്റൊരാൾ സംസാരിച്ചത് തൊട്ടടുത്ത ദിവസം കേരളത്തിലെ കോഴിക്കോട്ട് നിന്നാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്വരമാണ് പലപ്പോഴും ഇന്ത്യക്ക് മാതൃക. ഒരു കാര്യത്തിലല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും മാതൃകയാകേണ്ടത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മാതൃകയാണ്, ആത്മീയമായ മാതൃകയാണ് എന്ന് ഓർമ്മിക്കാൻ ഇതിടയായി എന്ന് ആദരപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ പ്രസ്താവന ഈ കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ ഭിന്നതയും മറന്ന് സമാധാന പ്രേമികളും രാജ്യസ്നേഹികളുമായ മുഴുവൻ മനുഷ്യരും കൈയടിച്ച് സ്വീകരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ദീർഘായുസ്സ് നേരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.